നാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പഴമക്കാരുടെ പോളിസി നാണം കെട്ടും ഓണം ഉണ്ണണം എന്ന് ആധുനികവൽക്കരിച്ച ഒരു പറ്റം അണ്ണന്മാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായി നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. കുറച്ച് നാളുകളായി എന്ത് കോമാളിത്തരവും കാട്ടി ഫേമസ് ആകുക എന്ന കലാപരിപാടി പ്രായവ്യത്യാസമില്ലാതെ കേരളത്തിൽ പ്രചാരം നേടി വരികയാണ്. ഇതിന്റെയൊക്കെ കണ്ണികളായി ആർക്കും ഒരു ഉപദ്രവമില്ലാതെ കോപ്രായത്തരങ്ങൾ കാട്ടി എന്റർടൈൻ ചെയ്യിക്കുന്ന പാലാ സജിയേട്ടൻ, ദാസേട്ടൻ കോഴിക്കോട് മുതലായവരെ നമുക്ക് ഒഴിവാക്കാമെങ്കിലും സിനിമാ നടിമാരുടെ പേടി സ്വപ്നമായ ആറാട്ടണ്ണൻ അഥവാ പ്രപ്പോസ് മച്ചാൻ, ആടിയും പാടിയും ആളെ ഓടിക്കുന്ന അലിൻ ജോസ് പെരേര, കിം കിം ബോയ്, അമേസിംഗ് അണ്ണൻ, ടൈഗർ അണ്ണൻ എന്നു വേണ്ട ഇനിയും ഫേമസ് ആവാൻ വേണ്ടി പഠിച്ച പണി 18 വരുന്ന അണ്ണന്മാരുടെ ഒരു നാടായി കേരളം മാറിയാലും അത്ഭുതപ്പെടാനില്ല. മോട്ടിവേഷൻ ചെയ്യാൻ വന്നിട്ട് പച്ചത്തറി വിളിച്ചിട്ട് പോകുന്ന മാന്യന്മാരെക്കാൾ എന്തുകൊണ്ടും ഭേദം ഇവരാണെന്ന വസ്തുത പരിഗണിച്ചുകൊണ്ട് തന്നെ സെൽഫ് റെസ്പെക്ട് എന്ന സാധനത്തിനെ കണ്ടം വഴി ഓടിച്ചു വിട്ടിട്ട് എങ്ങനെയെങ്കിലും ജനശ്രദ്ധ പിടിച്ചു വരാൻ ഇവർ നടത്തുന്ന പരാക്രമങ്ങളെ നമുക്ക് അക്ഷരം തെറ്റാതെ കോപ്രായത്തരങ്ങൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. എനിക്ക് എന്റെ കഴിവിൽ ആത്മവിശ്വാസമുണ്ട്. ഇത്തരം നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ ബാഡ് പബ്ലിസിറ്റി സംബന്ധമായ ചില രസകരമായ സവിശേഷതകൾ ഈ വീഡിയോ മുഴുവനായി കണ്ടു മനസ്സിലാക്കാനായി എല്ലാവർക്കും സ്വാഗതം ഡിസ്കസ് ട്രോൾ മലയാളത്തിലേക്ക്. കറണ്ട് അടിച്ച പോലെയും പട്ടി കടിച്ച പോലെ നൃത്തം ചെയ്തും സ്വരരാഗ സങ്കല്പങ്ങളെ പഞ്ഞിക്കിട്ടിട്ട് സംഗതി എന്താണ് സംഗതി എന്ന് ആലോചിച്ച് തല പോയ്ക്കാൻ മെനക്കെടാതെ കർണ കഠോര ശബ്ദത്തിൽ അലറിപ്പാടിയും ചുളുവിൽ ഫേമസ് ആകാൻ കഴിയുമെങ്കിൽ അതല്ലേ ഹീറോയിസം എന്ന് ചിന്തിക്കുന്നിടത്താണ് ഇത്തരത്തിലുള്ള അണ്ണന്മാർ പ്രത്യക്ഷരാകുന്നത്. ഒരു പബ്ലിക് ന്യൂസൻസ് ആകാം. ചുളുവിൽ ജനശ്രദ്ധ നേടാൻ ഏത് മുറിക്കിന് മുകളിലും കയറാൻ തയ്യാറാവുന്ന ഇത്തരം കുപ്രസിദ്ധ കലാകാരന്മാർക്ക് പ്രധാനമായും 2 ക്വാളിറ്റീസ് നിർബന്ധമാണ്. നമ്പർ 1 നല്ല തൊലിക്കെട്ടി അല്ലെങ്കിൽ ഉളുപ്പില്ലായ്മ. നമ്പർ 2 ഫേമസ് ആകാൻ തിരഞ്ഞെടുക്കുന്ന മേഖലയിലുള്ള പ്രാവീണ്യമില്ലായ്മ, അതായത് കഴിവില്ലായ്മ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആർക്കും നിന്ന നിൽപ്പിൽ വൈറലായി സായുജ്യമിടാൻ സാധിക്കും. എന്നിരുന്നാലും ചില പ്രത്യേക മേഖലയിൽ മാത്രമേ ഇവർക്ക് അഭ്യാസങ്ങൾ വർക്കൗട്ട് ആവൂ. ഉദാഹരണത്തിന് സംഗീതത്തിൽ കാളരാഗം, നൃത്തത്തിൽ തവളചാട്ടം, അഭിനയത്തിൽ ഓളത്തരം, പ്രണയത്തിൽ കോഴിത്തരം എന്നീ പരിപാടികൾ നടത്തി ഫേമസ് ആവാമെങ്കിലും സ്വല്പം ദേഹാധ്വാനം വേണ്ടിവരുന്ന കൃഷി, സ്പോർട്സ് എന്നീ ഇനങ്ങളിലും യഥാർത്ഥ പ്രാവീണ്യം വേണ്ട വൈദ്യശാസ്ത്രം, ശസ്ത്രക്രിയ എന്നീ ഇനങ്ങളിൽ ഇത്തരക്കാർക്ക് തെല്ലും സ്പേസ് കിട്ടത്തില്ല. ഒരു തമാശയ്ക്ക് സങ്കല്പിച്ച് നോക്കാം, ഇവർക്കൊക്കെ ചികിത്സിക്കാനും സർജറി ചെയ്യാനും ഒക്കെ പറ്റുമായിരുന്നെങ്കിലുള്ള അവസ്ഥ. അതുകൊണ്ട് തോക്കില്ലാതെയും വെടിവെച്ച് പോകാൻ സ്കോപ്പ് ഉള്ളിടം തന്നെയാണ് മേൽപ്പറഞ്ഞ അണ്ണന്മാരുടെ സേഫായ തട്ടകം. ഇത്തരം ആധുനിക ഉളുപ്പില്ലായ്മ ഒരു വെറൈറ്റി അല്ലേ എന്ന് പറഞ്ഞ് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന ആളുകൾ ജീവിക്കുന്ന കഷ്ടകാല യുഗത്തിലാണ് നാം ഓരോരുത്തരും കഴിഞ്ഞു പോരുന്നത് എന്നത് ഒരു നഗ്നസത്യമാണ് എന്ന് ഒന്നിനു പുറകെ ഒന്നായുള്ള ഈ അണ്ണന്മാരുടെ വരവോടെ ഇതിനോടകം ഒരു ശരാശരി മലയാളി ഞെട്ടലോടെ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. ആറാട്ടണ്ണൻ ഫേമസ് ആയപ്പോൾ അത് കേവലം യാദൃശ്ചികം മാത്രമാണ് എന്ന് കരുതിയിരുന്നപ്പോഴാണ് ആരോ കടന്നൽക്കൂട്ടിൽ ഇക്ലിയാക്കിയതുപോലെ അണ്ണന്മാരൊരു പട തന്നെ വൈറലാവാൻ വേണ്ടി കൂടിളകി വന്നത്. ഇത്തരം അണ്ണനിസം എന്തുകൊണ്ടാണ് ഇങ്ങനെ പോപ്പുലാരിറ്റി നേടുന്നത്? അല്ലെങ്കിൽ ആളുകൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര അറ്റൻഷൻ കൊടുക്കുന്നത്? ഉത്തരം വളരെ വളരെ സിമ്പിളാണ്. നമ്മുടെ തലച്ചോറിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തപ്പെടുകയും പെട്ടെന്ന് ഫീഡാവുകയും എളുപ്പത്തിൽ ഓർമ്മ വരികയും ചെയ്യും. ഉദാഹരണത്തിന് ആരെങ്കിലും ഒരാളെ പുളിച്ചതെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ മറന്നുപോയാലും വിളിച്ചതെറി ജീവിതത്തിൽ മറക്കാൻ സാധിക്കില്ല. ഒരുപക്ഷെ ഒരു 20 വർഷം കഴിഞ്ഞാലും കേട്ട തെറി അക്ഷരം തെറ്റാതെ ഓർത്തിരിക്കും. ഒരാൾ മുങ്ങിച്ചാകുമ്പോൾ രക്ഷിക്കാൻ ഒരാൾ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടു എന്നിരിക്കട്ടെ. അതുപോലെ തന്നെ ഒരാളെ മുക്കിക്കൊല്ലാൻ ഒരാൾ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടു എന്നിരിക്കട്ടെ. ഇതിലേത് ഇൻസിഡന്റ് ആയിരിക്കും നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കാൻ ചാൻസ് കൂടുതൽ? ഉത്തരം നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുമല്ലോ. നല്ല കഴിവുള്ള, നന്നായി പാടുകയും ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെങ്കിലും ഇവരാരും ചുളുവിൽ ഫേമസ് ആകുന്ന അണ്ണന്മാരെ പോലെ വൈറലാകാറില്ല എന്നതിൻ്റെ ഒക്കെ ഒരു യാഥാർത്ഥ്യം നമ്മൾ നെഗറ്റീവായുള്ള കാര്യങ്ങളിലേക്ക് അട്രാക്റ്റ് ആവുന്നു എന്നതിനാലാണ്. അവസാനമായി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.